ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ടുള്ള വടയാണ്. ഉഴുന്നുവട പോലെ ഇരിക്കുന്ന വടയാണ്. അതിനായിട്ട് കപ്പ പുഴുങ്ങി പൊടിച്ചു വയ്ക്കുക. പുഴുങ്ങിയത് ഇപ്പോൾ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നതാണ്, ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അരയണ്ട, ഇതുപോലെ അരഞ്ഞെടുത്താൽ മതി. ഇതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കേട്ടോ. നമ്മുടെ സാധാരണ അപ്പപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം, കുഴച്ചെടുക്കാം. നല്ല ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. എല്ലാം ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇപ്പോൾ അരിപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. ഇപ്പോൾ ഒരു ചപ്പാത്തിയുടെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് കൈവച്ച് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നടുവിൽ ഒരു തുളയിട്ട് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് മാവെടുക്കുക. എന്നിട്ട് നടുവിൽ ഇതുപോലെ നിന്ന് തുളയിട്ട് കൊടുക്കും. നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. വടകളെല്ലാനും ഉരുട്ടി പരത്തി ഇങ്ങനെ നടുവിൽ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വറുത്ത് പോരാം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ വടകൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് അത് ജസ്റ്റ് ഒരു കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കപ്പ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി അരിപ്പൊടി മാത്രമാണ് കുക്കാവാനായിട്ടുള്ളത്. കപ്പയുടെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വേവിച്ചത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 4 മണി പലഹാരം ഇടയ്ക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് വടകൾക്ക്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളുടെ കപ്പ വട റെഡി ആയിട്ടുണ്ട്.